അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ കലണ്ടർ പ്രകാരം ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 1448 ഹിജ്റ വർഷത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം നമ്മുടെ ആയുസ്സിൽ ഒരു വർഷം കുറയുക എന്നതുകൂടിയാണ്. അതുകൊണ്ട് തന്നെ പുതുവർഷങ്ങൾ ആഘോഷിക്കുക എന്നതിനേക്കാൾ പുതുവർഷങ്ങൾ പുനരാലോചനകൾക്കുള്ള സന്ദർഭം കൂടിയാണ്. നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയ ആയുസ് എത്രത്തോളം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം വിനിയോഗിച്ചിട്ടുണ്ടെന്നും ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടെന്നുമുള്ള പുനരാലോചനകളാണ് ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറയുന്നുണ്ട്, യബ്ന ആദം, മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഇന്നമ അൻത അയ്യാമുൻ, നിങ്ങൾ ഒരുപാട് ദിവസങ്ങൾ ചേർന്നതാണ് നിങ്ങൾ എന്ന് പറയുന്നത്. കുല്ലമാ ദഹബ യൗമൻ ദഹബ ബഅലുക്, നിങ്ങളിൽ നിന്ന് ഓരോ ദിവസവും കൊഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ആ ദിവസം കൊഴിഞ്ഞുപോയി എന്നും നിങ്ങളുടെ ആയുസ്സിൽ അത് കുറഞ്ഞു എന്നുമാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കൊഴിഞ്ഞുപോയ ആയുസ്സുകളെക്കുറിച്ചുള്ള പുനരാലോചനകൾക്കുള്ള സന്ദർഭം കൂടിയാണ് പുതുവർഷ പുലരി എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കാറുള്ളത് ഒരു ദിവസം പ്രഭാതം പൊട്ടിവിടരുന്ന സന്ദർഭത്തിൽ ആ പുതിയ ദിവസത്തിൽ പുതുതായി ഒന്നും ഞാൻ ചെയ്യാതെ ആ ദിവസം അങ്ങനെ കടന്നു പോകുമ്പോൾ അതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ ദുഃഖമുള്ള മറ്റൊന്നും ഉണ്ടാകാറില്ലെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും ഓരോ വർഷങ്ങൾ കഴിയും തോറും അത് പുനരാലോചനയുടെ സന്ദർഭം കൂടിയാണ്. ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ മുഹറം മാസത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. മുഹറം മാസം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ കോറിയിടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. എങ്ങനെയാണ് മുഹറം ചരിത്രത്തിൽ പ്രസക്തമാകുന്നത് എന്ന ചോദ്യത്തിന് ഇസ്ലാമിക ചരിത്രം നമുക്ക് നൽകുന്ന മറുപടി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ബനു ഇസ്രായേൽ ജനതയുടെയും വിമോചനത്തിൻ്റെ ചരിത്രം കുറിക്കപ്പെട്ട മാസമാണ് യഥാർത്ഥത്തിൽ മുഹറം എന്ന് പറയുന്ന മാസം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർ മുഹറം 10 ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ദിവസത്തിൽ നോമ്പ് നിൽക്കുന്നത്? അപ്പോൾ ജൂതന്മാർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകുന്ന മറുപടി, അൻജല്ലാഹു മൂസ വ ഖൗമഹു ഫി ഹാദൽ യൗം, ഈ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ജനതയെയും ബനു ഇസ്രായേൽ ജനതയെയും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആ ദിവസത്തിൽ ഫസാമഹു മൂസ, ആ ദിവസത്തിൽ മൂസാ നബി അലൈഹി സ്വലാം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഫഅമറ ബി സുയാമിഹി, നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തിരുന്നു. ആ അടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹി സ്വലാം നോമ്പനുഷ്ഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും ഈ ദിവസത്തിൽ നോമ്പ് നിൽക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, എങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിനോട് ഏറ്റവും കടപ്പെട്ടത്, മൂസാ നബി അലൈഹി സ്വലാമിനോട് നിങ്ങളെക്കാൾ അടുത്തു നിൽക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോടുള്ള കടപ്പാടിൻ്റെ ഭാഗമായി മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ബനു ഇസ്രായേലിനെയും മോചിപ്പിച്ചതിൻ്റെ ഭാഗമായി ഈ ദിവസത്തിൽ നമ്മളും നോമ്പ് നോൽക്കുമെന്ന് പറയുകയും അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മുഹറം എന്ന് പറയുന്ന ഈ മാസം, ഹിജ്റ കലണ്ടർ പ്രകാരം ആരംഭിക്കുന്ന ഈ ഒന്നാമത്തെ മാസം ഇസ്ലാമിക ചരിത്രത്തിൽ വിമോചനത്തിൻ്റെ ഉള്ളടക്കമുള്ള മാസമാണ്. ഈ വിമോചനത്തിൻ്റെ ഉള്ളടക്കമുള്ള സംഭവത്തെ ആ നിലക്ക് ആവാഹിച്ചെടുത്തുകൊണ്ടാണ്, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രസിദ്ധമായ ഹിജ്റ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഹിജ്റ നടന്നത് മുഹറം മാസത്തിലല്ല, അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. റബീഉൽ അവ്വൽ മാസത്തിലാണ് ഹിജ്റ നടന്നതെങ്കിലും ഇസ്ലാമിൻ്റെ കാലഗണനയുടെ അടിസ്ഥാനമായി നിശ്ചയിക്കപ്പെട്ടത് ഹിജ്റ എന്ന് പറയുന്ന ചരിത്ര സംഭവമാണ്. കാരണം മുഹറം മാസത്തിലൂടെ ആരംഭിക്കുന്ന ഒരു കാലഗണനയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് ഹിജ്റയാണെന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിലെ കൂടിയാലോചനയിൽ അവർക്ക് ബോധ്യപ്പെട്ടത്.
വേണമെങ്കിൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മാനദണ്ഡമാക്കാമായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് മാനദണ്ഡമാക്കാമായിരുന്നു, അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടിയ നുബുവത്തിൻ്റെ സന്ദർഭം മാനദണ്ഡമാക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് എന്തുകൊണ്ട് ഹിജ്റ മാനദണ്ഡമാക്കി എന്ന് ചോദിച്ചാൽ, ഹിജ്റ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു അധ്യായമാണ് എന്നത് മാത്രമല്ല, ഇസ്ലാമിൻ്റെ മുന്നോട്ടു പോക്കിൻ്റെ ഗതി നിർണയിച്ച അത്യത്ഭുതകരമായ സംഭവങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്നതുകൂടിയാണ്. ആ ഹിജ്റയുടെ പ്രചോദനം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹിജ്റയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹിജ്റയുടെ വേളയിലാണ് ബനു ഇസ്രായേൽ ജനത അവരുടെ നിസ്സഹായാവസ്ഥ അള്ളാഹുവിൻ്റെ റസൂൽ കൂടിയായ മൂസാ നബിയുടെ മുമ്പിൽ അവർ പ്രകടിപ്പിക്കുന്നത്. ഇന്നാല മുദറക്കൂൻ, ഞങ്ങൾ പിടിക്കപ്പെട്ടത് തന്നെ, ഇനി രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. കാരണം അവർ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ നേരെ മുമ്പിൽ ചെങ്കടൽ, നേരെ പിറകിൽ ഫിർഔനിൻ്റെ സൈന്യം തങ്ങളെ പിടികൂടാൻ വേണ്ടി വരുന്നു. അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിനും മധ്യേ എന്ന ആ ഒരു ഭയാനകമായ അവസ്ഥയിൽ ഞങ്ങൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന് പറഞ്ഞ് അവർ വേവലാതി പൂണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഒരിക്കലുമില്ല, നമ്മളെ പിടികൂടുന്ന പ്രശ്നമില്ല, കാരണം നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്, നമ്മുടെ കൂടെ പടച്ചവനുണ്ട് എന്ന് പറയുന്ന ആ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച അതേ ആത്മവിശ്വാസമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലും സംഭവിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ അതിനെക്കുറിച്ച് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസ്റഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ വജഅല കലിമത്തൽ ലദീന കഫറു സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉലിയ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസ്റഹുല്ലാഹ്, നിങ്ങൾ അവരെ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഹിജ്റ പുറപ്പെടുകയാണ്. ആ ഹിജ്റ പുറപ്പെടുന്ന സന്ദർഭത്തിൽ സൗർ ഗുഹയിൽ 3 ദിവസം ഒളിച്ചു താമസിക്കുന്നുണ്ട്. ആ ഒളിച്ചു താമസിക്കുന്ന സന്ദർഭത്തിലാണ് പ്രവാചകനെയും കൂട്ടുകാരനെയും പിടികൂടാൻ വേണ്ടി ഗുഹാമുഖത്ത് ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ നിൽക്കുന്നത് കാണുന്നത്. ആ സന്ദർഭത്തിൽ ഭയാശങ്കകളോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്, അവരെന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. റസൂല് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, മാലന്നുക യാ അബൂബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ, മൂന്നാമതായി അള്ളാഹു കൂടെയുള്ള 2 ആളുകളെക്കുറിച്ച് അബൂബക്കർ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇതേ ഭാഷയിൽ ഖുർആൻ പറയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, പടച്ചതമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. ലോകം ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഇസ്ലാമിക ലോകം പരീക്ഷണങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഗസയും ലബനാനും ഇറാനുമൊക്കെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ, ആ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കൂടിയാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു വംശീയ ഉന്മൂലനത്തിൻ്റെ വക്കിലാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ, അതിൻ്റെ മുമ്പിൽ നിരാശപ്പെട്ടു പോകാതെ, തളരാതെ, ആത്മവിശ്വാസത്തോടെ ഹിജ്റയുടെ വിമോചനത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രതിസന്ധികളെ നേരിടാനും അഭിമുഖീകരിക്കാനും സാധിക്കണം എന്ന പാഠമാണ് ഹിജ്റ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഹിജ്റ വിമോചനത്തിൻ്റെ പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം. പടച്ചതമ്പുരാൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.